ഹായ് ഹലോ നമസ്കാരം. എന്താ ഇവിടെ നിന്നല്ലേ ഒരു വീഡിയോ ചെയ്യുമ്പോൾ, അതും ഇടുക്കിയെ പറ്റി ചെയ്യുമ്പോൾ, അവിടുത്തെ ഗ്രാമീണതയുടെ ആ നന്മയെ പറ്റി പറയുമ്പോൾ എന്തായാലും ഒരു നല്ലൊരു സ്ഥലം വേണം. അറിയാം, വോയിസിന്റെ ഒരു ഡിസ്റ്റർബൻസ് ഉണ്ടായിരിക്കും. ഞങ്ങളുടെ നാട്ടിലെ ഏറ്റവും മനോഹരമായ ഒരു സ്ഥലമാണിത്. നിങ്ങൾ കാണുന്നുണ്ടായിരിക്കും. അപ്പൊ നമ്മൾ പറഞ്ഞു വന്നത് ബീച്ചേട്ടൻ എന്ന് പറയുന്നത് ഇടുക്കി ജില്ലയിലെ ചെമ്മലവട്ടം എന്ന് പറയുന്ന സ്ഥലത്ത് ഉള്ളൊരു വ്യക്തിയാണ്. പുള്ളി ഇപ്പം അത്യാവശ്യം ഫേമസ് ഒക്കെയാണ്. അതിന് കാരണം എന്ന് പറഞ്ഞാൽ പുള്ളിയുടെ ചിരിയാണ്. ചിരിക്കൊരു ബ്രാൻഡ് അംബാസിഡർ ഉണ്ടെങ്കിൽ അത് ബീച്ചേട്ടനാണെന്ന് പറയേണ്ടി വരും. ബീച്ചേട്ടന്റെ ജീവിതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ സാധു കുടുംബത്തിലാണ്. ഇപ്പൊ ചെമ്മലവട്ടം എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് നിന്നിട്ട് ഇത്തിരി ഉള്ളിലോട്ട് ഒക്കെ പോവുകയാണെങ്കിൽ ബീച്ചേട്ടന്റെ വീട് നമുക്ക് കാണാം. അത് ഒരു വഴിയോ ഒന്നുമില്ല. എന്നിരുന്നാൽ പോലും ബീച്ചേട്ടൻ എല്ലാ ദിവസവും ചിരിച്ചിട്ട് ആ മനുഷ്യനെ നിങ്ങൾ കാഴ്ചയിൽ നിങ്ങൾ കണ്ടല്ലോ. അപ്പൊ അത്ര വലിയ എന്താണ് മാരകമായ ഭംഗി എന്ന് പറയുന്ന ഹൃദയത്തിനാണ്. അത് പലർക്കും അറിയാം. അപ്പൊ ആ രീതിയിൽ നോക്കുകയാണെങ്കിൽ ബീച്ചേട്ടന് ഈ വലിയ ബ്യൂട്ടി കോമ്പറ്റീഷൻ ഒന്നും മത്സരിക്കാൻ പറ്റുന്ന ഒരു വ്യക്തിയൊന്നുമല്ല ബീച്ചേട്ടൻ. അങ്ങനെയുള്ള ബീച്ചേട്ടന്റെ ജീവിതം, അതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ. ഇടുക്കിയും അതിന്റെ ഗ്രാമീണ ഭംഗിയൊന്നും നമ്മൾ പറഞ്ഞറിയിക്കേണ്ട ആവശ്യമില്ല. അതുപോലെയാണ് അവിടുത്തെ ചില മനുഷ്യരും. അങ്ങനെ ഒരു മനുഷ്യൻ ബീച്ചേട്ടന്റെ അതിന്റെ ആ ഒരു ഗ്രാമീണതയുടെ നന്മയൊക്കെ ബീച്ചേട്ടൻ എന്ന് പറയുന്ന വ്യക്തി ഇൻസ്റ്റാഗ്രാമിലേക്ക് കൊണ്ടുവന്ന് പ്രതിഫലിക്കുകയായിരുന്നു. ആദ്യകാലത്തെ വാട്സപ്പിലൊക്കെ വരുന്ന ഗുഡ് മോർണിംഗ്, ഗുഡ് നൈറ്റ് മെസ്സേജുകളായിരുന്നു ബീച്ചേട്ടന്റെ ഒരു ഇത്. പലരും ഗ്രൂപ്പുകൾ ഉണ്ടാക്കിയിട്ട് ബീച്ചേട്ടനെ പറയാൻ വേണ്ടി ഗ്രൂപ്പുകൾ വരെ ഉണ്ടാക്കിയിട്ടുണ്ട്. അതിൽ നിന്ന് ഇന്ന് പിന്നെ പുള്ളിയുടെ ഒരു മുഖ്യ വിനോദമായിരുന്നു ഹാപ്പി ബർത്ത്ഡേ പറയുക എന്നുള്ളത്. അങ്ങനെ ഹാപ്പി ബർത്ത്ഡേ പറയുന്ന ബീച്ചേട്ടനെ ആൾക്കാർ ഇത് ചെയ്യും, ഭയങ്കരമായിട്ട് മോശം പറയും. ഈ വെറുത്ത് കുട്ടിശങ്കരനോട് ഒരു ഇഷ്ടം തോന്നുമെന്നൊക്കെ പറയത്തില്ലേ, അതുപോലെയാണ് ബീച്ചേട്ടനോട് ആൾക്കാർക്ക് ഇഷ്ടം തോന്നിയത്. അങ്ങനെ ഇപ്പൊ റീസെന്റ് ബീച്ചേട്ടന്റെ ഒരു ബർത്ത്ഡേ വിഷസ് കിട്ടാൻ വേണ്ടി ആൾക്കാർ ക്യൂ നിൽക്കുവാണ് ഇൻസ്റ്റയിലും ഒക്കെ. അദ്ദേഹത്തിന്റെ യൂട്യൂബ് ചാനലുണ്ട്, അത് നമുക്ക് നമ്മുടെ കമന്റ് ബോക്സിൽ പിൻ ചെയ്ത് വെച്ചിരിക്കാം കേട്ടോ. അപ്പം അതുപോലെ തന്നെ ബീച്ചേട്ടന്റെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ബീച്ചേട്ടൻ ഭയങ്കര ഹാപ്പിയാണ്. ആരെല്ലാം തെളിവ് പറഞ്ഞാലും ബീച്ചേട്ടൻ എപ്പോഴും ഒരു ചിരി, ഗുഡ് മോർണിംഗ്, അത് ശുഭദിനം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പുള്ളിയുടെ ഒരു ശൈലിയുണ്ട്. ഒരു ഇടുക്കി ശൈലിയിൽ പുള്ളി സംസാരിക്കുന്ന ഒരു നാടൻ ശൈലിയിൽ അങ്ങനെ സംസാരിച്ചു വന്ന ബീച്ചേട്ടൻ ഒരു ദിവസം ഒരു യൂട്യൂബ് ചാനലിൽ രണ്ടാമത് തോന്നുന്നു ഒരു യൂട്യൂബ് ചാനലിൽ ഒരു വ്യക്തി അറിഞ്ഞു ബീച്ചേട്ടന്റെ കുടുംബം ഇതേ കണക്ക് വീട്, അത് എപ്പോഴും തിരിച്ചുകൊണ്ടിരിക്കുന്ന ബീച്ചേട്ടന്റെ ആ വീട് നഷ്ടപ്പെടാൻ പോവുകയാണെന്ന് അറിഞ്ഞു. അങ്ങനെ പുള്ളിയുടെ വീട് ജപ്തിയുടെ വക്കിലൊക്കെയായി. എന്നിരുന്നാലും പുള്ളി വന്നിരുന്നിട്ട് ഇതേ കണക്ക് ഇങ്ങനെ ചിരിച്ചുകൊണ്ട് സംസാരിക്കും. അദ്ദേഹത്തിന്റെ സങ്കടം ഒന്നും അദ്ദേഹം പറയില്ല. അങ്ങനെ ഈ സുഹൃത്ത് നിർബന്ധിച്ചത് പ്രകാരം പുള്ളി ഒരു ഇന്റർവ്യൂലോ മറ്റോ ഇത് പറയുകയുണ്ടായി. അതിനുശേഷം ബീച്ചേട്ടന് ഒരുപാട് ആൾക്കാർ പൈസ അയച്ചു കൊടുക്കും അത്യാവശ്യമൊക്കെ. നമുക്ക് അത് പറയുന്നതിന് മുമ്പ് ബീച്ചേട്ടന്റെ വേറൊരു കാര്യം കൂടെ പറയണം, ഒരു ഇൻസിഡന്റും കൂടെ പറയണം. എന്നാലേ ബീച്ചേട്ടന്റെ ആ ഒരു പൂർണ്ണമാവും. ബീച്ചേട്ടനെ കാണാൻ വലിയ സൗന്ദര്യമൊന്നും ഇല്ലാത്തതുകൊണ്ട് കോളേജിലെ സുഹൃത്തുക്കളൊക്കെ വന്നിട്ട് ബീച്ചേട്ടനെ ഒരു നാടകത്തിനൊക്കെ വിളിക്കാൻ തോന്നി. പുള്ളിക്ക് നാടകത്തിനൊക്കെ അഭിനയിക്കുന്ന ഭയങ്കര താല്പര്യമുള്ള ആളാണ്. അങ്ങനെ നാടകത്തിൽ വിളിച്ചു. അത് സാത്താനായിട്ടാണ് വിളിച്ചത്. അപ്പൊ പുള്ളിയെ കണ്ട സാത്താന്റെ ലുക്ക് ഉണ്ടെന്നൊക്കെ ഉള്ള രീതിയിലാണ് വിളിച്ചത്. പുള്ളി ഒരു ഭയങ്കര പോസിറ്റീവായിട്ടാണ് കേട്ടോ പറയുന്നത്. എന്തായാലും ആ വീഡിയോ നമുക്കൊന്ന് കാണാം. അഭിനയിക്കാനായിട്ട് ഈ ലിയോ തദേവ്സ് എന്ന് പറഞ്ഞൊരു സംവിധായകൻ ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ പാലായിലെ വലിയൊരു പ്രോഗ്രാം നടക്കുന്നുണ്ടായിരുന്നു കോളേജ് പിള്ളേർക്കായിട്ട്. പക്ഷെ ആ പ്രോഗ്രാമില് അവർക്കൊരു പിശാചിന്റെ റോള് കളിക്കാൻ ഒരാളെ ആവശ്യമുണ്ടായിരുന്നു. പക്ഷെ അവർ അനേകം പേരെ ഇന്റർവ്യൂകളൊക്കെ നടത്തി. പക്ഷേ അവരുടെ ആ കഥാപാത്രം അവരുടെ രീതിക്കൊത്ത് ഒക്കുന്നില്ലായിരുന്നു. അപ്പൊ ഞാനന്ന് ഈയിലൂടെ പണിയും പറമ്പിപ്പണിയും സംഗീതമായിട്ട് നടക്കുക. അപ്പൊ ആരോ എന്നെ പരിചയമുള്ള ആരോ ഒരാൾ ഈ ലിയോയോട് പറഞ്ഞു ഇങ്ങനെ ഒരു പാർട്ടി ഉണ്ട്, നമുക്ക് നോക്കിയാലോ എന്ന് ചോദിച്ചു. അപ്പം എന്നെ പണിസ്ഥലത്ത് വന്ന് വിളിച്ച് ഇങ്ങനെ വരാമോ എന്ന് ചോദിച്ചു. ഞാൻ അവിടെ ചെന്നു ഇദ്ദേഹം പറഞ്ഞ ഒരു 2 ഭാഗം ഈ മാലാകാമാരുടെ അടുത്തേക്ക് ഒരു ചെകുത്താൻ പറന്നിറങ്ങുന്ന സീനായിരുന്നു.
പക്ഷെ അത് ആദ്യം ഇറങ്ങിയപ്പോൾ തന്നെ അവിടെ നിന്ന ആൾക്കാർ വളരെ പേടിച്ചു. കാരണം നമ്മുടെ ഈ പല്ലും മുഖവും ഒരു ചിരിയെല്ലാം കൂടെ ആയപ്പോഴത്തേനും ആൾക്കാർക്ക് കൈയും കാലും എല്ലാം കൂടെ കണ്ടപ്പോൾ ആൾക്കാർക്കൊരു ത്രില്ലായി. പുള്ളി പറഞ്ഞ് അങ്ങനെ ഓക്കെ നീ തന്നെ മതി എന്ന് പറഞ്ഞ് എന്നെ ഇതിൻ്റെ അടുത്ത് അഭിനയിച്ചു. അങ്ങനെ ബീച്ചേട്ടന്റെ കഥ ഇങ്ങനെയൊക്കെയാണെങ്കിലും കഥ പിന്നെയും മാറി. ബീച്ചേട്ടനെ അത്യാവശ്യം ഈ ബൈബിൾ നാടകത്തിലേക്ക് ഭാഗമായിട്ട് ആൾക്കാർ വിളിക്കാൻ തുടങ്ങി. പിൽക്കാലത്ത് ബീച്ചേട്ടൻ അത് വലിയ വലിയ റിവഞ്ച് ഒന്നും പോയതല്ല, ഒരു ചെറിയ റിവഞ്ച് അത് ബീച്ചേട്ടൻ ചെയ്തിട്ടുണ്ട്. പുള്ളി ആരോടും പരിഭവമില്ല, പിണക്കമില്ല, ഒന്നുമില്ല. എപ്പോഴും ഇങ്ങനെ ചിരിച്ചു വന്നിരിക്കുന്ന ആ മനുഷ്യന് അവസാനം നമ്മുടെ ദാനിയലിന്റെ വേഷത്തിൽ ഒരു നാടകത്തിൽ ഇതായി. ആ രംഗവും കൂടെ നമുക്കൊന്ന് കാണാം കേട്ടോ. അത് സ്വീറ്റ് റിവഞ്ചാണ്. അത് നമുക്ക് കാണുമ്പം എന്തോ നമുക്ക് ബീച്ചേട്ടന്റെ ചെറിയ ചെറിയ നേട്ടങ്ങൾ പോലെ നമുക്ക് ഭയങ്കര സന്തോഷം നൽകും. അതും കൂടെ നിങ്ങളൊന്ന് കണ്ടു നോക്കുക. എന്നിട്ട് നിങ്ങൾ അതിനെ പറ്റി ഒരു എന്താണ് അതാണ് ചെറുതാണെങ്കിലും ചില റിവഞ്ചുകൾ കാണാൻ ഭയങ്കര സുഖമാണ്. അത് പുള്ളിക്കാരന് ഞാൻ പുള്ളി ഫോളോ ചെയ്യുന്ന ഒരാളാണ് ഇൻസ്റ്റയില്. ഇന്നാണ് ഞാൻ യൂട്യൂബ് ചാനൽ കാണുന്നത്. പക്ഷെ അല്ലാതെ പുള്ളി ഒരുപാട് ഇന്റർവ്യൂ ഒക്കെ കൊടുത്തിട്ടുണ്ടെന്നും ഞാനിപ്പോ സെർച്ച് ചെയ്തപ്പോൾ മനസ്സിലായി. എനിക്കെന്തോ പുള്ളിയുടെ കാര്യം പറയണമെന്ന് തോന്നി. അതേ കണക്ക് തന്നെ പുള്ളിക്ക് ആൾക്കാർ പിന്നെ സഹായിച്ചു തുടങ്ങി, കുറച്ച് പൈസ ഒക്കെ അടയ്ക്കാനൊക്കെ പറ്റി. അപ്പൊ ഇതിനെപ്പറ്റി കുറെ കാര്യങ്ങൾ ബീച്ചോട്ട് ഇനിയും പറയുന്നുണ്ട്. ഇതിന്റെ ബാക്കി അത് ഞാനിവിടെ വെച്ചേക്കാം. അതുപോലെ തന്നെ ഇതൊരു നല്ല വീഡിയോ ആണെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ. ഹായ് പ്രിയപ്പെട്ട കൂട്ടുകാരെ, നിങ്ങൾക്ക് എവർക്കും നല്ല ഒരു ശുഭരാത്രി സ്നേഹപൂർവ്വം നേരുക. ഇന്നലെ ഞങ്ങൾ വന്നിരുന്നു. ഞങ്ങൾ ഇന്നും വീണ്ടും വന്നത് ഇന്നലെ നിങ്ങളുടെ സംഭാവനകൾ പൈസയൊക്കെ ഞങ്ങൾക്ക് കിട്ടിയിരുന്നു. 50,000 രൂപ ഞങ്ങൾ ബാങ്കിൽ അടച്ചെന്ന് പറഞ്ഞിരുന്നു. ഇന്ന് രാവിലെ വീണ്ടും മറ്റ് ചെറിയ തുകകളും വലിയ തുകകളൊക്കെ കൂട്ടിയപ്പോൾ വീണ്ടും ഒരു 50,000 കൂടെ വന്നിരുന്നു. ആ പൈസ ഇന്ന് ഉച്ചയായപ്പോൾ ഞാനും ഭാര്യയും കൂടെ കൊണ്ട് ബാങ്കിൽ കൊണ്ട് അടച്ചു. ആ രസീതാണ് ആൽബിൻ്റെ കയ്യിൽ ഇന്നിരിക്കുന്നത്. അതാണ് രസീത്. ഇന്ന് ആൽബിൻ്റെ കയ്യിൽ ഇരിപ്പുണ്ട്. അപ്പോൾ ഇന്നലെയും മിനിഞ്ഞാന്നും ഇന്നലെ ഇന്നും കൂടെ കൂട്ടി മതി. ഇന്നലെ ഇന്നും കൂടെ കൂട്ടി നമ്മൾ 1 ലക്ഷം രൂപ ബാങ്കിൽ അടച്ചിട്ടുണ്ട്. ഏതാണ്ട് പലിശയും കൂട്ടുപലിശ ഉൾപ്പെടെ 9 ലക്ഷമാണ്. അത് 8 ലക്ഷം വരെ പിന്നെ കുറയ്ക്കും അടച്ചല്ലെങ്കിലും. ഞങ്ങളതിനകത്ത് നിന്ന് നിങ്ങളുടെ സംഭാവന ഞങ്ങളെ ചേർത്ത് തന്നെ ഞങ്ങളുടെ ആ ചെറിയ കുടുംബത്തിൻ്റെ ഞങ്ങളോടൊപ്പം ചേർന്ന് ഞങ്ങളെ സഹകരിച്ചതിൻ്റെ ഫലമായിട്ട് ഞങ്ങൾക്ക് കിട്ടിയ 1 ലക്ഷം രൂപ ബാങ്കിൽ അടയ്ക്കാനായിട്ട് പറ്റി. ഇനി ഏതാനും കുറച്ച് 10-15 രൂപയും കൂടി ഉണ്ട്. അതും കൂടെ കൂട്ടി ബാക്കി പൈസയും കൂടെ കൂട്ടി തിങ്കളാഴ്ച ഞങ്ങൾ ബാക്കി ഉള്ള പൈസയും കൂടെ ബാങ്കിൽ അടയ്ക്കും. എത്രയോ കാരുണ്യമാണ്, എത്രയോ സഹായമാണ് ഞങ്ങൾക്ക് ലഭിച്ചത്. ഉള്ളിലെ തീയാണെങ്കിൽ ഞങ്ങൾ പരമാവധി സന്തോഷത്തിലും ആയിരുന്നു.
ഉള്ളിൽ തീയുണ്ടെങ്കിലും വിഷമമുണ്ടെങ്കിലും ഞങ്ങൾ ആഹ്ലാദത്തിലായിരുന്നു. കാരണം സന്തോഷിക്കാനല്ലേ പറ്റൂ. ഞങ്ങൾ തന്നെയാണ് എല്ലാവരെയും പഠിപ്പിച്ചത് ജീവിതം സുന്ദരമാണ് എന്ന്. ഒത്തിരി സന്തോഷമുണ്ട്. ഞങ്ങളുടെ സങ്കടം മനസ്സിലാക്കി വന്ന 212 നടന്ന ചാനലുകാർ അവരാണ് ഞങ്ങളെ ജനമധ്യത്തിൽ എത്തിച്ചത്. കൂടാതെ തന്നെ ഒത്തിരി പേര് ഞങ്ങളെ വിളിക്കുന്നുണ്ട്. പ്രിയപ്പെട്ട കൂട്ടുകാർ ഓരോരുത്തരും തന്നെ സമയം കിട്ടുമ്പോഴൊക്കെ വീഡിയോ കോളിലൊക്കെ വരുന്നുണ്ട്. അവരോടൊക്കെ ഞങ്ങൾ സംസാരിക്കുന്നുണ്ട്. അവരോടൊക്കെ ഞങ്ങൾ കാര്യങ്ങൾ പറയുന്നുണ്ട്. ഒരിക്കലും അങ്ങനെ ഒരു പറ്റീരോ അല്ലെങ്കിൽ ആരെയും ബുദ്ധിമുട്ടിക്കുന്ന തരത്തിലുള്ള ഒന്നുമല്ല. ബാങ്കിൽ നേരിട്ട് തന്നെ ഞങ്ങളെ കൊണ്ട് അടച്ച പൈസയാണ്. ബാക്കി ഇടയ്ക്ക് പക്ഷേ നിരാശയില്ല. നാളെക്കുറിച്ചുള്ള ആകുലതകളോ ചിന്തകളോ ഇല്ല. പക്ഷേ അതിന് കാരണം നിങ്ങളാണ്. ഒരു പറ്റം ആൾക്കാർ എവിടെയൊക്കെ ഇരുന്ന് ഞങ്ങൾക്ക് പിന്തുണയുണ്ട്, ഞങ്ങൾക്ക് കരുത്തുണ്ട്, ഞങ്ങൾക്ക് കൂട്ടുണ്ട് എന്നുള്ളൊരു പിന്തുണ, ഒരു ഉറപ്പ്. ആ ഉറപ്പിൻ്റെ വിശ്വാസത്തിലും ദൈവത്തിൻ്റെ കൃപയാലും ഞങ്ങൾ മുന്നോട്ട് പോവുകയാണ്. ഞങ്ങളുടെ കൊച്ചു കുടുംബത്തെ സ്നേഹിച്ചതിന്, ഹൃദയപൂർവ്വം പ്രാർത്ഥിച്ചതിന്, ഞങ്ങൾ ഒരുമിച്ച് നിർത്തിയതിനൊക്കെ ഹൃദയപൂർവ്വം ഞങ്ങൾ നന്ദി പറയുന്നു. സ്നേഹപൂർവ്വം. അത് ഞാൻ പറഞ്ഞല്ലോ, 5 രൂപ മുതൽ 10 രൂപ മുതൽ അത് ലക്ഷങ്ങളുടെ വിലയുള്ളതാണ്. കഠിനാധ്വാനത്തിൻ്റെയും കുടക്കയിലിട്ടതിൻ്റെയും ഒരു കൂട്ടുകാരൻ ഫോൺ വാങ്ങിക്കാൻ പറ്റിയിരുന്ന പൈസയിൽ ഒരു ഭാഗം എടുത്തു വന്നപ്പോൾ അറിയാതെ കണ്ണ് നിറഞ്ഞു പോയി. ഫോൺ വാങ്ങിക്കാൻ പറ്റിയിരുന്ന പൈസ എടുത്ത് തന്നു. അങ്ങനെയൊക്കെ സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതെല്ലാം ചേർത്ത് വച്ചാണ് ഞങ്ങൾ കൊടുത്തത്. തീർച്ചയായിട്ടും പറയാൻ വാക്കുകളില്ല. ഹൃദയത്തിൻ്റെ ഉള്ളിൽ നിന്നും വേദനയുടേതായ അല്ലെങ്കിൽ സന്തോഷത്തിൻ്റെ കണ്ണീരല്ല ഞങ്ങൾ പറയുന്നു. ഞങ്ങൾ ഓർക്കുന്നു. ഓരോ നിമിഷവും ഞങ്ങളുടെ പ്രാർത്ഥനയിൽ നിങ്ങളെയൊക്കെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. തീർച്ചയായിട്ടും പലരും ഞങ്ങളുടെ വീടിനെ കുറിച്ച് ഒത്തിരി പേർ അന്വേഷിച്ചു. ഒരു വീട് വെക്കാനായിട്ട് ഇതുവരെ പറ്റിയില്ല. ഒത്തിരി സംശയങ്ങളൊക്കെ ശരിയാണ്. വീട് ഒരു ഭാഗം പള്ളിക്ക് എന്ന് പണിതാണ്, ബാക്കി അങ്ങനെയൊക്കെയാണ്. പക്ഷേ അതിനെക്കുറിച്ചൊന്നും ചിന്തിക്കേണ്ട കാര്യമില്ല. കാരണം ഇന്നലകളെ പരിപാലിച്ച ദൈവം നാളെയും ഞങ്ങളെ പരിപാലിക്കും. കാരണം ഒത്തിരി കൂട്ടുകാരെ ഞങ്ങൾക്ക് തന്ന ദൈവം ആ സുഹൃത്ത് ബന്ധം ഞങ്ങൾക്ക് ഇനിയും തരും എന്നുള്ളൊരു വിശ്വാസമാണ് ഞങ്ങളെ മുന്നോട്ട് നയിക്കുന്നത്. ഞങ്ങളെ ഓർത്തതിന്, ഞങ്ങളായിട്ട് പ്രാർത്ഥിച്ചതിനൊക്കെ നന്ദി പറയുന്നു. ഒപ്പം ഞങ്ങളുടെ അക്കൗണ്ടിൻ്റെ നമ്പർ ചോദിച്ചിരുന്നു. അത് പലർക്കും അയക്കാൻ പറ്റുന്നില്ല എന്നൊക്കെ പറഞ്ഞു. അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഇതിനോടൊപ്പം തന്നെ മറ്റൊരു നമ്പർ വെക്കുന്നുണ്ട്. ആരുടെ നിർബന്ധപൂർവ്വമൊന്നുമില്ല. ആരെ ഫോൺ വിളിച്ച് ശല്യപ്പെടുത്തുകയോ അങ്ങനെയൊന്നുമില്ല. നിങ്ങൾ തന്ന 5 രൂപയായാലും 10 രൂപയായാലും 100 രൂപ, അതെല്ലാം നിങ്ങളുടെ മനസ്സിൻ്റെ വിലയും നിങ്ങൾ ഞങ്ങളോട് കാണിച്ച കാരുണ്യത്തിൻ്റെയും വിലയാണ്. അത് ഓർത്തുകൊണ്ട് തന്നെ ഞങ്ങളത് അടച്ചുകൊള്ളാം. ബാങ്കിൽ അടയ്ക്കും. തീർച്ചയായിട്ടും എന്നെയും നൈസിയെയും ആൻമരിയായും ഞങ്ങൾ ആൽബിനെയൊക്കെ ചേർത്ത് പിടിച്ചതിന്, തളർന്നപ്പോൾ കൈ പിടിച്ച് എഴുന്നേൽപ്പിച്ചതിന്, ഞങ്ങൾ കൊണ്ട് കൂടെ എന്ന് പറഞ്ഞുകൊണ്ടൊരു സാന്ത്വനക്കാറ്റായി, ഒരു കുളിർക്കാറ്റായി ഞങ്ങളെ അടുപ്പിച്ചതിന്, ചെറിയ മനുഷ്യർ മുതൽ വലിയ മനുഷ്യർ വരെ, സാധാരണക്കാർ മുതൽ വലിയവർ വരെ കൂടെ ഉണ്ടായിരുന്നു. ആ കരുത്തും ആ ആവേശവും ഞങ്ങളെ മുന്നോട്ട് നയിക്കട്ടെ. ഞങ്ങളുടെ കുടുംബത്തിൻ്റെ സന്തോഷം നിലയ്ക്കാതെ ആ സന്തോഷം നിങ്ങളിലേക്ക് എത്തട്ടെ, പൂർണ്ണമാകട്ടെ. ഞങ്ങളുടെ സന്തോഷവും ആഹ്ലാദവും നിങ്ങളോട് ഞങ്ങൾ പങ്കുവെക്കുമ്പോൾ ഞങ്ങൾക്കുണ്ടാകുന്ന ആ സ്നേഹവും വികാരവും ഒക്കെ അത് നിങ്ങൾക്കും ഉണ്ടാവട്ടെ. നമുക്ക് ഒന്നിച്ച് പോകാം, ഒരു കുടുംബമായിട്ട് പോകാം. ഞങ്ങളുടെ സ്നേഹച്ചെങ്ങല നിങ്ങളുടെ സ്നേഹച്ചെങ്ങലയാകട്ടെ. ദുഃഖങ്ങൾക്കും രോഗങ്ങൾക്കൊക്കെ വിട നൽകിക്കൊണ്ട് തന്നെ ഞങ്ങൾ ഓരോ പ്രഭാതത്തെയും കാത്തിരിക്കുന്നു. ഓരോ പ്രഭാതവും ഞങ്ങൾ ഓർക്കുന്നു. സ്നേഹപൂർവ്വം ഒരിക്കൽ കൂടി ഞങ്ങളുടെ പ്രിയപ്പെട്ട കൂട്ടുകാർക്ക് ഞങ്ങളൊരു ശുഭരാത്രി നേരുകയാണ്. വീണ്ടും 1 ലക്ഷം ഞങ്ങൾ അടച്ചു. തിങ്കളാഴ്ച ബാക്കി പൈസയും കൂടെ കൊണ്ട് കിട്ടുമ്പോൾ അതും കൂടി അടയ്ക്കും. തീർച്ചയായിട്ടും ആ ഒരു കരുത്തോടുകൂടി ഞങ്ങൾ അടുത്ത പ്രഭാതത്തിനായി കാത്തിരിക്കുന്നു. സ്നേഹപൂർവ്വം ഒരിക്കൽ കൂടി എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരെ, നിങ്ങളുടെ കുടുംബാംഗങ്ങളെ, നിങ്ങൾ ജോലി സ്ഥലത്തായാലും എവിടെയായാലും ഞങ്ങൾ നിങ്ങളെ ഓർക്കുന്നു. പ്രാർത്ഥനയിൽ അപ്പോൾ സ്നേഹപൂർവ്വം വീണ്ടും കാണുമെന്നുള്ള പ്രതീക്ഷയിൽ എല്ലാവർക്കും ഒരിക്കൽ കൂടി ശുഭരാത്രി.